നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മാർക്കോ എന്നുമല്ല, അതിനേക്കാളൊക്കെ ഭയാനകമായ ചില സന്ദേശമാണ് ഇപ്പോൾ സമൂഹത്തിലേക്ക് പടരുന്നത്. അഫാൻ എന്ന വല്ലാത്തവനെയും കൊണ്ടാണ് കേരള പോലീസിൻ്റെ കുറച്ച് ദിവസമായുള്ള നടത്തം. സഹിക്കുന്നതിനും ഒരു പരിധിയില്ലേ എന്ന് കേരള പോലീസ് പോലും ചോദിച്ചു പോകുന്നു. അഫാനെയും കൊണ്ട് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് നടത്തിയ ആ തെളിവെടുപ്പ് മലയാളി വാർത്താ ടീം സസൂക്ഷ്മം കവർ ചെയ്യുന്നുണ്ടായിരുന്നു. പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ അഫാനെ കൊണ്ട് കേരള പോലീസ് തോറ്റു തുന്നം പാടി. വല്ല തമിഴ്നാട്ടിലോ മറ്റോ ആയിരുന്നെങ്കിൽ ഒരു എൻകൗണ്ടർ എന്ന വാർത്ത നമ്മൾ കേട്ടേനെ. ഭയാനകമായ 5 കൊലപാതകങ്ങൾ. അതിനുശേഷം ഈ അഫാനെയും തൂക്കിയെടുത്ത് കേരള പോലീസ് അങ്ങുമിങ്ങും തെളിവെടുപ്പിനായി നടക്കുന്നു. അഫാനെ കാണാനായി തടിച്ചുകൂടുന്ന ജനങ്ങളും മാധ്യമപ്രവർത്തകരും ക്യാമറ കണ്ണുകളും. അതിനൊക്കെ നേരെ കൈയുയർത്തി വലിയ ഹീറോ പരിവേഷത്തിലാണ് അഫാൻ്റെ നടത്തം. പോലീസ് കസ്റ്റഡിയിൽ ഇവൻ കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾക്ക് മറ്റാരുടെയെങ്കിലും ഉപദേശമുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. നാടിനെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന് വേണ്ടി കോടതിയിൽ ഹാജരായത് കോൺഗ്രസ് ആര്യനാട് ബ്ലോക്ക് പ്രസിഡന്റായ ഉവൈസ് ഖാനാണ് അഫാന് വേണ്ടി നെടുമങ്ങാട് കോടതിയിൽ ഹാജരായത്. സംഭവം വലിയ വിവാദമായതോടെ പ്രതിയുടെ വക്കാലത്തിൽ നിന്ന് ഉവൈസ് ഖാൻ പിൻവലിഞ്ഞു. സംഭവം ചർച്ചയായതോടെ നടപടി വേണമെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ മുറവിളി ഉയർന്നു. ഈ സംഭവം പാർട്ടിക്ക് തീരാക്കളങ്കമായി എന്ന് യൂത്ത് കോൺഗ്രസ് അഭിപ്രായപ്പെട്ടു. അഡ്വക്കേറ്റ് ഉവൈസ് ഖാനെ പോലെയുള്ളവർ എന്തിനാണ് അഫാന് സഹായവുമായി ഓടിച്ചെല്ലുന്നത്? അഫാൻ പോലീസ് കസ്റ്റഡിയിൽ കാട്ടിക്കൂട്ടുന്ന ഈ വിക്രിയകൾക്ക് പിന്നിൽ ആരുടെയെങ്കിലും ഉപദേശമുണ്ടോ? ഇക്കഴിഞ്ഞ ദിവസം നേരം വെളുത്തു തുടങ്ങുന്നതേയുള്ളൂ. അഫാൻ എന്തു ചെയ്യുമെന്ന ടെൻഷനിൽ ഉറക്കം നഷ്ടപ്പെട്ട പാങ്ങോട് സ്റ്റേഷനിലെ പോലീസുകാർ. അവർ പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയതേയുള്ളൂ. അപ്പോഴാണ് അഫാന്റെ ആദ്യ ഷോ. 6:55 ബാത്റൂമിനുള്ളിലെ ചെറിയ തിട്ടയിൽ നിന്ന് താഴേക്കെടുത്തു ചാടി അഫാൻ. ശബ്ദം കേട്ട പോലീസുകാർ തിരിഞ്ഞു നോക്കിയപ്പോൾ ചത്തതുപോലെ നിലത്ത് കിടക്കുന്ന അഫാൻ. ഈ വിവരമറിഞ്ഞ് മാധ്യമപ്രവർത്തകർ തടിച്ചുകൂടി. പാവം പോലീസുകാരൊക്കെ തികഞ്ഞ ആശങ്കയിൽ. ഇതിനിടയിൽ പോലീസുകാർ നടക്കാൻ പോലും കഴിയാത്ത അഫാനെയും താങ്ങിപ്പിടിച്ച് ആശുപത്രിയിലേക്ക് പായുന്നു. ഇതിനിടെ ചാനലുകളിലൊക്കെ മിന്നൽ ഫ്ലാഷ് ന്യൂസുകൾ. അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു, മരണവക്കിൽ എന്നൊക്കെ ചാനലുകൾ തട്ടിവിടുന്നു. കൈവിലങ്ങ് അഴിഞ്ഞ നിലയിലാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് വെപ്രാളം. ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ഫോൺ വിളികൾ തുരുതുര പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക്. വല്ലാത്ത പിരിമുറുക്കം. പിന്നീട് അഫാനെയും തൂക്കി ആശുപത്രിയിലെത്തിയപ്പോൾ അത് വെറും നാടകമാണ് എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അയാൾക്കൊരു കുഴപ്പവുമില്ലത്രേ. പോയ അതേ വേഗത്തിൽ അഫാനെയും തൂക്കിയെടുത്ത് അവർ പോലീസ് സ്റ്റേഷനിലേക്ക്. പാവം പോലീസുകാരുടെ ടെൻഷൻ അതിനൊരു കയ്യും കണക്കുമില്ല. ബാത്റൂമിൽ പോയ സമയത്ത് വിലങ്ങഴിച്ച നിമിഷനേരം കൊണ്ടാണ് അഫാൻ ഈ നാടകം കളിച്ചത്. ആശുപത്രിയിൽ നിന്ന് അഫാനെ സ്റ്റേഷനിൽ എത്തിച്ചയുടൻ കൂടെയുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ വീണുപോയി. അയാൾക്ക് അപസ്മാരബാധ. കടുത്ത ടെൻഷനാണ് അപ്പോൾ അപസ്മാരമുണ്ടാകാനുള്ള കാരണം. പോലീസുകാരനെ ഉടൻ തന്നെ കല്ലറ ആശുപത്രിയിലേക്ക് മാറ്റി. ECGയിൽ വ്യത്യാസം കണ്ടതോടെ മെഡിക്കൽ കോളേജിലേക്ക്. തലേന്ന് രാത്രി 8 മണിക്ക് ജോലിക്ക് കയറി പിറ്റേന്ന് രാവിലെ 8 മണി വരെ എത്തിയപ്പോഴാണ് ഇത്തരമൊരു ദുരന്തം ആ പോലീസുകാരനുണ്ടായത്. അഫാൻ എന്തൊക്കെ ചെയ്യുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ കേരള പോലീസ്. തുടർന്ന് ഇന്നലെ പകൽ മുഴുവൻ അഫാൻ കാട്ടിക്കൂട്ടിയ നാടകം. ഒരു ദിവസം മുൻപ് ആഹാരം കഴിക്കാൻ മീൻ കറിയില്ലേ എന്ന് പോലീസുകാരോട് ആധികാരികതയോടെ ചോദിക്കുന്ന അഫാനെയാണ് കേരളം കണ്ടത്. ഊണ് കഴിക്കുമ്പോഴായിരുന്നു സംഭവം. ഊണ് കഴിക്കാൻ താല്പര്യം കാണിക്കാതിരുന്ന അഫാനോട് പോലീസുകാർ എന്തെങ്കിലും കഴിക്കാൻ പറയുന്നു. തനിക്ക് ഊണ് വയറ്റിലേക്ക് ചെല്ലണമെങ്കിൽ മീൻകറി വേണമത്രേ. മീൻകറി ഇല്ലേ എന്ന് പോലീസുകാരോട് ചോദിച്ചപ്പോൾ ഇല്ല എന്ന മറുപടി. പിന്നീട് അഫാൻ്റെ രക്തപരിശോധന റിപ്പോർട്ട് പുറത്തു വന്നു. അയാൾ ലഹരി ഉപയോഗിച്ചതിൻ്റെ ലക്ഷണങ്ങളൊന്നും ഇല്ല. ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് അഫാനെ തെളിവെടുപ്പിന് വേണ്ടി എത്തിച്ച സമയത്ത് അതിനേക്കാൾ വലിയ വിചിത്രം. തനിക്ക് തലവേദന എടുക്കുന്നെന്നും എന്തെങ്കിലും ചൂണ്ടിക്കാട്ടി തരണമെങ്കിൽ കട്ടൻ കാപ്പി വേണമെന്നും പോലീസുകാരോട് ഇയാൾ ശക്തമായി ആവശ്യപ്പെട്ടു. വൈകുന്നേരം 4 മണിക്ക് തെളിവെടുപ്പിന് കൊണ്ടുപോകാൻ നേരത്താണ് ഈ കട്ടൻ കാപ്പിയുടെ ആവശ്യം. 4 മണിക്ക് താൻ സ്ഥിരമായി കട്ടൻ കാപ്പി കുടിക്കാറുണ്ട്, ഇല്ലെങ്കിൽ തലവേദന വരുമെന്നാണ് പോലീസുകാരോട് അഫാൻ പറയുന്നത്. ഇതിനെ തുടർന്ന് കട്ടൻ കാപ്പി വാങ്ങാൻ പാവം പോലീസുകാർ ചുറ്റും പരതി. നേരെ എതിർവശത്തുള്ള ചായക്കടയിലേക്ക് അവർ പാഞ്ഞു. അവർ പറഞ്ഞതനുസരിച്ച് ചായയുമായി കടക്കാരും പുറകെ. ഇതോടെ 4 മണിക്ക് തെളിവെടുപ്പെന്ന് പറഞ്ഞത് വീണ്ടും 1/4 മണിക്കൂറോളം താമസിച്ചു. ആശുപത്രിയിൽ ഹാജരാക്കി വൈദ്യപരിശോധനയൊക്കെ നടത്തിയതിനു ശേഷം മാത്രമേ ഓരോ ദിവസവും തെളിവെടുപ്പിന് കൊണ്ടുവരാൻ കഴിയൂ.
ഉച്ചവരെയുള്ള സമയം അങ്ങനെ അങ്ങ് പോകും. വ്യാഴാഴ്ച ഉച്ചയോടെ നെടുമങ്ങാട് കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങി പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച അഫാനെ ചോദ്യം ചെയ്യലിന് വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് താഴെ പാങ്ങോടുള്ള മുത്തശ്ശിയുടെ വീട്ടിലെത്തിക്കുമെന്നായിരുന്നു പോലീസ് അറിയിച്ചത്. അപ്പോഴാണ് ഈ ആത്മഹത്യാ നാടകം. അതോടെ ഉച്ചവരെയുള്ള സമയം പോയി കിട്ടി. പിന്നീട് തെളിവെടുപ്പ് വരെ സെല്ലിൽ തലങ്ങും വിലങ്ങും കറങ്ങി നടക്കുകയായിരുന്നു അഫാൻ. ഉച്ചയ്ക്കാണ് മീൻകറിയുടെ വേഷം. ഇന്നലെ അഫാനെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി. അമ്മൂമ്മയെ കൊലപ്പെടുത്തിയ കേസിലായിരുന്നു ആദ്യം തെളിവെടുപ്പ്. വൻ പോലീസ് സുരക്ഷയിലായിരുന്നു ഈ തെളിവെടുപ്പ് നടന്നത്. അഫാൻ്റെ അമ്മൂമ്മ സൽമാ ബീവിയുടെ വീട്ടിലേക്കാണ് അവനെ ആദ്യം എത്തിച്ചത്. നിരവധി നാട്ടുകാർ അവിടെ തടിച്ചുകൂടിയിരുന്നു. വീടിൻ്റെ അകത്ത് കയറി അഫാൻ കൊല നടത്തിയ രീതി പോലീസിന് മുന്നിൽ കൃത്യമായി വിവരിച്ചു. ഒരുവിധ കുറ്റബോധവും അവൻ്റെ മുഖത്തില്ല. 10 മിനിറ്റ് നേരത്തെ തെളിവെടുപ്പിന് ശേഷം വെഞ്ഞാറമൂടിലെ അഫാൻ്റെ വീട്ടിലേക്ക്. അവിടെയും നാട്ടുകാർ തടിച്ചുകൂടിയിരുന്നു. അവർക്ക് മുന്നിലും ഒരു കൂസലുമില്ലാതെയാണ് അഫാൻ നടന്നു നീങ്ങിയത്. വീട്ടിൽ വെച്ച് അമ്മയെ ആക്രമിച്ചതും സഹോദരനെയും പെൺസുഹൃത്തിനെയും ഒക്കെ കൊലപ്പെടുത്തിയത് എങ്ങനെയാണ് എന്നുമൊക്കെ അഫാൻ കൃത്യമായി പോലീസിനോട് വിവരിച്ചു. കൊലപാതകം നടന്ന ഫെബ്രുവരി 24 ശേഷം ആദ്യമായാണ് അഫാനെ ക്രൂരകൃത്യങ്ങൾ നടന്ന വീടുകളിലെത്തിച്ചത്. പാങ്ങോട് പോലീസ് രജിസ്റ്റർ ചെയ്ത സൽമാ ബീവിയുടെ കൊലക്കേസിലാണ് ആദ്യം തെളിവെടുപ്പ് നടത്തിയത്. യാതൊരുവിധ ഭാവഭേദമോ കുറ്റബോധമോ ഇല്ലാതെ അഫാൻ നടന്നു നീങ്ങുന്ന കാഴ്ച. താൻ മാല ആവശ്യപ്പെട്ടുവെങ്കിലും മുത്തശ്ശിയായ സൽമാ ബീവി അഫാന് മാല നൽകിയിരുന്നില്ല. ഇതിൽ പ്രകോപിതനായാണ് മുത്തശ്ശിയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസിനോട് തെളിവെടുപ്പ് സമയത്തും അഫാൻ വിവരിച്ചു. മുത്തശ്ശിയെ കൊന്നതിൽ തനിക്ക് ഒരു കുറ്റബോധവുമില്ല എന്നിപ്പോഴും പോലീസിനോട് ആവർത്തിക്കുന്നു. തുടർന്ന് ധനകാര്യ സ്ഥാപനത്തിലെത്തിയ അഫാൻ മാല പണയം വെച്ച ശേഷം തനിക്കുണ്ടായ ചില കടങ്ങൾ വീട്ടുകയും ചെയ്തിരുന്നു. ഒരു ദിവസം മുൻപ് പോലീസ് ചോദ്യം ചെയ്യലിൽ കൊലപാതകങ്ങൾ താൻ തന്നെയാണ് ചെയ്തത് എന്നൊരു കുറ്റബോധവുമില്ലാതെ അഫാൻ ആവർത്തിച്ചു. കൊലപാതക പരമ്പരയിലേക്ക് നയിച്ചത് കടബാധ്യതയെന്ന മൊഴി അവൻ ആവർത്തിച്ചു. കുടുംബം കടബാധ്യതയിൽ മുങ്ങി നിൽക്കുമ്പോൾ പിതൃമാതാവിനോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടു. ഇത് ലഭിച്ചില്ല. അവരുടെ കൈവശം 2 സ്വർണ്ണമാലകൾ ഉണ്ടായിരുന്നു. പിന്നീട് ഒരു മാല കാണാതായി എന്നാണ് അഫാൻ പറയുന്നത്. ബന്ധുവായ മറ്റൊരാൾക്ക് അവർ മാല കൊടുത്തു. താൻ ചോദിച്ചു വാങ്ങും എന്ന് ഭയന്നാണ് അവർ മറ്റൊരാൾക്ക് ആ മാല കൊടുത്തത്. ഇതോടെ വൈരാഗ്യം മനസ്സിൽ കൂടിയെന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത്. നാടിനെ നടുക്കിയ കൊലക്കേസുകളിൽ കോടതിയിൽ ഹാജരാക്കിയ അഫാൻ്റെ ചിത്രമെടുക്കാൻ സ്ത്രീകളടക്കം നിരവധി പേർ മൊബൈൽ ഫോണുകളുമായി കാത്തുനിന്നിരുന്നു. ആരെയും അടുത്തു വരാൻ അനുവദിക്കാതെ കനത്ത സുരക്ഷയിൽ പോലീസും. പോലീസ് അഫാനെ കോടതിയിൽ എത്തിച്ചതും മടക്കിയതുമൊക്കെ കർശന സുരക്ഷയിൽ. മൊബൈൽ ഫോണുകളായി കൂടി നിന്നവരും ചാനൽ ക്യാമറകളെയും വെട്ടിക്കാൻ പോലീസ് വേഗത്തിൽ ഓടിമറഞ്ഞു. പോലീസിനൊപ്പം അഫാനും ഓടേണ്ടി വന്നു. എന്നാൽ പോലീസിനോട് ഓടേണ്ട, പയ്യെ പോയാൽ മതി എന്നൊക്കെയാണ് അഫാൻ തട്ടിവിടുന്നത്. പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക് അഫാനുമായി പോലീസ് പോകുമ്പോഴും നിരനിരയായി മാധ്യമവാഹനങ്ങൾ. സ്റ്റേഷനിലെത്തി ആദ്യം ലോക്കപ്പിലിട്ടു. പിന്നീട് ഇൻസ്പെക്ടറുടെ മുറിയിലിരുത്തി. ഈ തെളിവെടുപ്പും അഫാനുമായുള്ള പോലീസിൻ്റെ കറക്കവുമൊക്കെ നാട്ടിൽ ഒരു തെറ്റായ സന്ദേശം പരത്തും. 5 പേരെ ഏറ്റവും ക്രൂരമായി കൊന്നൊടുക്കിയ പ്രതിയാണ് അഫാൻ. അവനെയും കൂട്ടി ഒരു വീരഭാവത്തിൽ പോലീസ് നടന്നു നീങ്ങുന്നു. അഫാനെ സംബന്ധിച്ച് ഒട്ടനവധി ദുരൂഹതകളുണ്ട് എന്ന് തുടക്കം മുതൽ പല കോണുകളിൽ നിന്നും നമ്മൾ കേട്ടിരുന്നു. അവൻ്റെ രാത്രികാല സഞ്ചാരങ്ങൾ എവിടെയൊക്കെയായിരുന്നു എന്നതിൽ പോലീസ് മറ്റു വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടില്ല. സ്വന്തം കുടുംബത്തിൽപ്പെട്ട 5 പേരെ ഇത്ര നിഷ്ഠൂരമായി വധിച്ചിട്ടും ഒരുവിധ ഭാവഭേദവുമില്ല, കുറ്റബോധവുമില്ല. അതിലപ്പുറം മാനസികമായി അവന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം അഫാന്മാരെ ഏറെ സൂക്ഷിക്കേണ്ടതുണ്ട് കേരളം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.